1979 തിരൂർ സ്വദേശി സെയ്ദ് മുഹമ്മദ് മസ്കത്തിലെത്തുന്നത്. മത്രയിലെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായാണ് തുടക്കം. ഒരു വർഷത്തിനു ശേഷം ഒമാൻ പ്രതിരോധ വകുപ്പിൽ നിന്ന് അവസരം തേടിയെത്തി. പിന്നീടുള്ള 34 വർഷം ഒമാൻ സർക്കാരിനെ സേവിച്ചു. സെയ്ദ് മുഹമ്മദ് ജോലി ചെയ്യുന്ന വിഭാഗത്തിലുണ്ടായിരുന്ന ഏക മലയാളിയാണ് ഇദ്ദേഹത്തോടൊപ്പം പടിയിറങ്ങുന്നത്. വന്ന കാലത്ത് 12 ഓഫീസിൽ സ്റ്റാഫുകൾ വിദേശികളുണ്ടായിരുന്നു, പാകിസ്ഥാനികളുണ്ടായിരുന്നു, മലയാളികളുണ്ടായിരുന്നു മൊത്തം. ഇപ്പോൾ ഞാൻ മാത്രമാണ് ലാസ്റ്റ്, ബാക്കിയെല്ലാം ഒമാനൈസേഷനിലൂടെ നാട്ടിൽ പോയി. എന്നെ ഇപ്പോഴും അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് അവർ നിൽക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ സ്വന്തം രാജിവെച്ചിട്ട് പോവാണ് ജോലി. സർവീസ് ഇനിയും ബാക്കിയുള്ളതിനാൽ ജോലിയിൽ തുടരണമെന്നാണ് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം. എങ്കിലും പ്രവാസം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് സയ്യിദ് സാഹിബ് വിശ്വസിക്കുന്നു. കേരള ഇസ്ലാമിക് അസോസിയേഷൻ്റെ തുടക്കം മുതലേ സാമൂഹിക രംഗത്ത് സജീവമായിരുന്നു ഇദ്ദേഹം. വഫ എന്ന പലിശരഹിത സമിതിയുടെ കൺവീനറാണ്. വിവിധ കൂട്ടായ്മകൾ നൽകിയ യാത്രയയപ്പുകൾ ഏറ്റുവാങ്ങുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. നാളെയാണ് മടക്കയാത്ര. കർമ്മരംഗം ഇനി ജന്മനാട്ടിൽ. മീഡിയ 1, മസ്കത്ത്.